നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. അച്ഛനില്ലാത്ത മക്കൾക്ക് തുണയായിരിക്കേണ്ട പെറ്റമ്മ മനുഷ്യ മനസ്സിനെ മടിപ്പിക്കുന്ന രീതിയിലുള്ള ക്രൂരത കാമുകൻ നൊന്തുപെറ്റ സ്വന്തം മക്കളോട് കാണിച്ചപ്പോൾ നോക്കി നിന്ന ഇവളൊരു അമ്മയാണോ? തൊടുപുഴയിൽ അമ്മയുടെ സുഹൃത്ത് അടിച്ചവശനാക്കിയ ക്രൂരമർദ്ദനത്തിനിരയായ കുട്ടിയുടെ പരിക്ക് മാരകമാണെന്ന് ഡോക്ടർ. തലച്ചോറിനും ശ്വാസകോശത്തിനും ഗുരുതര പരിക്കുണ്ട്. മാത്രമല്ല കണ്ണുകൾ പുറത്തേക്ക് തള്ളിയ നിലയിലാണ്. ശ്വാസകോശത്തിൽ പോലും എയർ ലീക്ക് ഉണ്ട്. ആന്തരിക രക്തസ്രാവം നിയന്ത്രിക്കാൻ ശ്രമം തുടരുകയാണ്. അടുത്ത 48 മണിക്കൂർ നിർണായകമാകുമെന്നും കോലഞ്ചേരി മെഡിക്കൽ കോളേജിലെ ന്യൂറോ സർജറി വിഭാഗം മേധാവി ഡോക്ടർ ജി ശ്രീകുമാർ പറയുന്നു. തലയോട്ടി പൊട്ടി പുറത്തു വരുന്നതുവരെ സ്വന്തം മകനെ ഇഞ്ചിഞ്ചായി അടിച്ചു കൊല്ലുന്നത് കണ്ടുകൊണ്ട് നിന്ന് അടിക്കുന്നവന് എല്ലാ പിന്തുണയും കൊടുക്കുന്ന ഇവൾ എങ്ങനെ മാതൃസ്നേഹത്തിൻ്റെ പര്യായമായി മാറും? ലോകത്തിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ പദം അമ്മയാണെന്ന് വാഴ്ത്തിപ്പാടുന്ന കവിഹൃദയങ്ങൾ ഈ ദുഷ്ടമാതാവിനെ എന്തിനോടിനി ഉപമിക്കും? അകാലത്തിൽ വേർപെട്ടു പോയ പിതാവിൻ്റെ പിതൃസ്നേഹവും മാതൃസ്നേഹവും അവളിൽ നിന്ന് ഒരുപോലെ ലഭിക്കേണ്ട പിഞ്ചു പ്രായത്തിൽ തന്നെ കാമുകന് അരിശം തീർക്കാൻ വെറുമൊരു മാംസപിണ്ഡമായി ഇട്ടുകൊടുത്ത ഇവളെ കുറഞ്ഞപക്ഷം ക്രൂരയായ ഒരു സ്ത്രീ എന്നുപോലും വിളിക്കാനാവില്ല. ഇന്നുവരെയുള്ള മാതൃസങ്കല്പങ്ങളുടെ വെല്ലുവിളിയും അമ്മ എന്ന പുണ്യപദത്തിൻ്റെ അപമാനവുമാണിവൾ. ഞെട്ടിപ്പിക്കുന്ന ഈ വാർത്ത കേരളത്തിലെ ഓരോ മുക്കിലും മൂലയിലുമുള്ള മനസ്സുകളെ നീറലിൽ ആഴ്ത്തി മാറ്റുകയാണ്. വധക്കേസിലും ആൾമാറാട്ടത്തിലും തട്ടിക്കൊണ്ടുപോകലിലും ഗുണ്ടായിസത്തിലുമൊക്കെ പ്രതിയായ അമ്മയെന്ന് വിളിക്കപ്പെടുന്ന അവളുടെ സുഹൃത്ത് തിരുവനന്തപുരം സ്വദേശി അരുൺ ആനന്ദനെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് പറയുന്നു. കുട്ടിയുടെ ദേഹമാസകലം നാളുകളായി മർദ്ദനമേറ്റതിൻ്റെ പാടുകളുള്ളതായും വളരെയധികം വേദനകൾ ഈ കാലത്തിനുള്ളിൽ കുട്ടി നേരിട്ടിരിക്കണമെന്നും വൈദ്യപരിശോധന നടത്തിയ ഡോക്ടേഴ്സ് വിലയിരുത്തുന്നു. ഒരു പഴഞ്ചൊല്ലുണ്ട്, തള്ള കുത്തിയാൽ പിള്ളയ്ക്ക് നോവില്ല എന്ന്. എന്നാൽ അമ്മയല്ലാതെ മറ്റാരെങ്കിലും നൊന്തുപെറ്റ മക്കളുടെ ദേഹത്ത് ഒരു തരി മണ്ണെങ്കിലും എടുത്തിട്ടാൽ ഉള്ളം പൊള്ളുന്നവരാണ് എല്ലാ അമ്മമാരും. ഇപ്പോൾ സ്നേഹത്തിൻ്റെ ഉറവ കൂടിയായ അമ്മ എന്ന പദത്തിന് പേടി എന്നൊരു പര്യായം എന്നുപോലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.